എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടേം ഇൻഷുറൻസ് പ്ലാൻ. ആ ടേം ഇൻഷുറൻസ് പ്ലാൻ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാൻ ആയിട്ടുള്ള ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് STPP എന്ന പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആക്സിസ് മാക്സ് ലൈഫിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അറൌണ്ട് 99.7% ആണ്. അതുപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസ് ഗ്യാരണ്ടീഡ്, ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് കമ്പനി കൊടുക്കുന്നതെന്നാണ് കമ്പനിയുടെ ടാഗ് ലൈൻ പറയുന്നത്. അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ് സ്പേസിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പ്ലെയർ ആണ് ആക്സിസ് മാക്സ് ലൈഫ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള STPP സ്മാർട്ട് ടൈം പ്ലാൻ പ്ലസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ NRIസിനും സ്പെഷ്യൽ ആയിട്ടുള്ള സ്കീംസ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോയുടെ അവസാനത്തിൽ NRIസിനുള്ള സ്പെഷ്യൽ സ്കീംസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് NRIസും വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ടേം പ്ലാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എങ്കിലും ടേം പ്ലാനിനെ കുറിച്ച് ഒന്നുകൂടി സംസാരിക്കാം. നമ്മുടെ എല്ലാം ലൈഫിൽ ഏറ്റവും നമ്മൾ പേടിക്കുന്ന 3 Ds ആണ്. അതായത് ഡെത്ത്, ഡിസീസ്, ഡിസബിലിറ്റി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിൽ ഡെത്ത് കവർ ചെയ്യാൻ, അതായത് ഡെത്ത് സംഭവിച്ചാൽ നമ്മൾക്ക് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന, ഫിനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു പ്ലാനാണ് ടേം ഇൻഷുറൻസ് പ്ലാൻ. മീൻസ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നമുക്കൊരു ഡെത്ത്, ഇപ്പൊ ഒരാൾക്കൊരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ലോസ് ആണ് ഫാമിലിക്ക് സംഭവിക്കുക. ഒന്ന് ഇമോഷണൽ ലോസ്, അത് ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫിനാൻഷ്യൽ ലോസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ടേം ഇൻഷുറൻസ് പ്ലാൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണ് എങ്കിൽ, അയാൾ 10 ലക്ഷം രൂപ ആനുവൽ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ ഒരു 20 ടൈംസ്, അതായത് 2 കോടി രൂപയ്ക്കെങ്കിലും അയാൾ ഇൻഷുർഡ് ആയാൽ, ഇഫ് ആളുടെ ഡെത്ത് സംഭവിച്ചാൽ 2 കോടി രൂപ നോമിനിക്ക് കിട്ടുകയും 2 കോടി രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ 5% പലിശയ്ക്ക് അവർ ഈ 10 ലക്ഷം രൂപ തന്നെ അവർക്ക് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു ടേം ഇൻഷുറൻസ് പ്ലാനിന്റെ ബേസിക് ആയിട്ടുള്ള റൂള്. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമുക്ക് എത്രയാണ് ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആനുവൽ ഇൻകം ഇൻറ്റു 20 ആണ് വേണ്ടത്. ബേസിക്കലി ഏറ്റവും കറക്റ്റ് അറ്റ്ലീസ്റ്റ് 10 ടൈംസ് എങ്കിലും, അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10 ലക്ഷം ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ 1 കോടിയെങ്കിലും വേണം. ആപ്റ്റീസ് 2 crore. ഇതാണ് ടേം ഇൻഷുറൻസ് പ്ലാനിന്റെ ഒരു ബേസ്. ഇപ്പം ടേം ഇൻഷുറൻസ് പ്ലാനിൽ ഏറ്റവും നല്ലൊരു പ്ലാനായ STPP, ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിനെ കുറിച്ചുള്ള ഒരുപാട് വേരിയൻസും, ഒരു 8ഓളം ടൈപ്പ് വേരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് വേരിയൻസ് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് STPP എന്ന് ഇനി പറയാം. STPP പ്ലാനിൽ സാലറീഡ് ഇൻഡിവിജ്വൽസിന് 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയന്റ് 1 എന്ന് വെച്ചാൽ റെഗുലർ ടേം പ്ലാൻ ആണ്. അതായത് സാധാരണ ടേം പ്ലാൻ നമ്മൾ വേറെ അതിൽ നമ്മൾ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ചേരാം. 50 ലക്ഷം മുതൽ 20-30 കോടി വരെയുള്ള കവറേജ് ഇതിൽ എടുക്കാൻ സാധിക്കും. സിംഗിൾ പേ, ഒരു തവണ പേ ചെയ്യുന്ന ഒരു തവണ പേ ചെയ്തിട്ട് നമുക്ക് 30-40 കൊല്ലം കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട്. അല്ലെങ്കിൽ ലിമിറ്റഡ് പേ, അതായത് 5 കൊല്ലം, 7 കൊല്ലം, 12 കൊല്ലം, 15 കൊല്ലം ഒക്കെ പേ ചെയ്യാം. അത് NRIs ഒക്കെ അത് പ്രിഫർ ചെയ്യും. കാരണം ഒരുപാട് കാലം പേ ചെയ്യാൻ പറ്റില്ല. 5 ഇയേഴ്സ് കൊണ്ട് പേയ്മെന്റ് തീരണം. പക്ഷെ എനിക്ക് 40 കൊല്ലത്തെ കവറേജ് വേണം എന്ന് വെച്ചാൽ അതിൽ കിട്ടും. അതുപോലെ തന്നെ റെഗുലർ പേയ്മെന്റ്, അതായത് 30-40 കൊല്ലത്തെ പേയ്മെന്റ് ടേം എടുത്തിട്ട് പേയ്മെന്റ് ടേമും പോളിസി ടേമും എടുത്ത് അത്ര കാലം തുടരാൻ സാധിക്കുന്ന സാധാരണ ടേം പ്ലാൻ. അതായത് ഇതിൽ നമുക്ക് സാധാരണ ടേം പ്ലാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നതും ഈ ഒരു റെഗുലർ ടേം പ്ലാൻ എടുക്കാനാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക്, ഈ ഇമ്പോർട്ടന്റ് ടേം പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നത്. ലൈക്ക് ബട്ടൺ എന്തായാലും അമർത്തുക. വേരിയന്റ് 2 എന്നുള്ളത് ഒരു പുതിയൊരു വേരിയന്റ് ആണ്. റീബാലൻസിങ് കവർ എന്നാണ് അതിന്റെ പേര്. കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു വേരിയന്റ് ആണ്. അതായത് നമ്മൾ പ്ലാൻ എടുക്കുമ്പോൾ സാധാരണ ഡെത്തിന് കവറേജ് 10%, അതായത് 2 കോടി ഒരു പ്ലാൻ എടുത്തു എന്ന് വെക്കാം. ആദ്യത്തെ കൊല്ലങ്ങളിൽ 20 ലക്ഷമേ കവറേജ് ഉണ്ടാവുള്ളൂ സാധാരണ ഡെത്തിന്. 1 കോടി 50 ലക്ഷം ആയിരിക്കും ആക്സിഡന്റ് ഡെത്തിന് കിട്ടുക. അതായത് ഒരുപാട് ട്രാവലിംഗ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആണ്. പിന്നെ അയാളുടെ കരിയറിൽ ഗ്രോത്ത് വരുന്നതോറും ട്രാവലിംഗ് കുറഞ്ഞ് സാധാരണ ഡെത്തിനുള്ള ചാൻസ് കൂടുന്നതോറും ഈ 20 ലക്ഷം എന്നുള്ളത് അങ്ങോട്ടും കൂടി 1 കോടി 2 കോടിയിലേക്ക് സാധാരണ ഡെത്ത് കയറി പോകുന്ന റീബാലൻസിങ് കവർ എന്നുള്ള പ്ലാനാണ്. ഒരു പുതിയൊരു വേരിയന്റ് ആണ്. ഒരുപാട് പേരൊന്നും ഇതിൽ എടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് തന്നെ നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാലോ എന്നൊക്കെ കസ്റ്റമേഴ്സ് ചോദിച്ച് റെഗുലർ പ്ലാൻ തന്നെ എടുക്കുന്നത്. പക്ഷെ കമ്പനി കൊണ്ടുവന്നിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് വെച്ചാൽ 2 കോടിയുടെ പ്ലാൻ എടുത്തു അല്ലെങ്കിൽ ടോട്ടൽ സംഭവിച്ചിട്ട് പകുതിക്ക് മാത്രമേ അണ്ടർ റൈറ്റിംഗ് വരുന്നുള്ളൂ. അതായത് അതാണ് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ വരുന്നത്. നമുക്ക് 1 കോടിയുടെ സാധാരണ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 1 കോടിക്ക് തന്നെ അണ്ടർ റൈറ്റിംഗ് വരും. റിസ്ക് 1 കോടിക്ക് അതിനെ അസസ് ചെയ്യും. ഇവിടെ 2 കോടിക്ക് എടുത്തു കഴിഞ്ഞാൽ 1 കോടിയുടെ റിസ്ക് അസപ്ഷനേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു വേരിയന്റിനുണ്ട്.
വേരിയന്റ് 3 ഏർലി ROP എന്നത് റിട്ടേൺ ഓഫ് പ്രീമിയം. റിട്ടേൺ ഓഫ് പ്രീമിയം ബേസിക്കലി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാൻ അല്ല. അതായത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം മുഴുവൻ തിരിച്ചു കിട്ടുന്ന സംഭവമാണ് റിട്ടേൺ ഓഫ് പ്രീമിയം. റിട്ടേൺ ഓഫ് പ്രീമിയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു കേസിൽ നമുക്ക് ബേസിക് പ്ലാൻ 20,000 രൂപ പ്രീമിയം വരുന്നതിന് പകരം റിട്ടേൺ ഓഫ് പ്രീമിയത്തിൽ 35,000 രൂപയ്ക്ക് അടക്കേണ്ടി വരും. എന്നിട്ടാണ് റിട്ടേൺ തരുന്നത്. പക്ഷേ ഈ 15,000 രൂപ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടും. അതുകൊണ്ട് ഒരു ബേസിക് ടേം പ്ലാൻ പ്ലസ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. ബേസിക് പ്ലാൻ ടേം പ്ലാൻ എടുക്കുക. റിട്ടേൺ ഓഫ് പ്രീമിയം നമ്മൾ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് ചില കസ്റ്റമേഴ്സ് റിട്ടേൺ ഓഫ് ഞാൻ അടയ്ക്കുന്ന പ്രീമിയം എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ റിട്ടേൺ വേണം. ഇതിൽ ഏർലി റിട്ടേൺ ഓഫ് പ്രീമിയം എന്ന് വെച്ചാൽ 50% ഓഫ് ദ അടച്ച എമൗണ്ട് നമുക്ക് 60 വയസ്സിൽ കിട്ടും. അത് കഴിഞ്ഞ് ഇപ്പൊ 30 വയസ്സുള്ള ഒരാൾ എടുക്കുന്നു 70 വയസ്സ് വരെ ഏർലി റിട്ടേൺ ഓഫ് പ്രീമിയം പ്ലാൻ എടുക്കണമെങ്കിൽ 60 വയസ്സിൽ 50% ഓഫ് അടച്ച പ്രീമിയം കിട്ടും. 70ാമത്തെ വയസ്സിൽ ബാക്കി 50% കൂടി കിട്ടും. അതോടെ പ്ലാൻ കഴിയും. അങ്ങനെ അതായത് എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടച്ച പ്രീമിയം തിരിച്ചു കിട്ടുന്ന അത് ഇങ്ങനെ 60ാമത്തെ വയസ്സിൽ പകുതിയും അതായത് പോളിസി എൻഡിങ്ങിൽ ലാസ്റ്റ് മുഴുവനും കിട്ടുന്ന ഒരു വേരിയന്റ് ആണ് ഏർലി റിട്ടേൺ ഓഫ് പ്രീമിയം. ഇത് വേരിയന്റ് 4 ഒരു ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആദ്യം ഏറ്റവും കൂടുതൽ നമ്മൾ കസ്റ്റമേഴ്സിന് എടുക്കാൻ പറയുന്ന പ്ലാനാണ് റെഗുലർ പ്ലാൻ, ആദ്യം പറഞ്ഞത്. പിന്നെ ഒരു നല്ലൊരു പ്ലാനാണ് സ്മാർട്ട് കവർ എന്നൊരു പ്ലാൻ. സ്മാർട്ട് കവർ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 15 കൊല്ലം, അതായത് പോളിസി എടുത്തിട്ട് ആദ്യത്തെ 15 കൊല്ലം സം അഷ്യൂർഡ് ബൂസ്റ്റഡ് ബൈ 50%. അതായത് നമ്മളിപ്പോൾ 1 കോടി പ്ലാൻ എടുത്താൽ ആദ്യത്തെ 15 കൊല്ലം 1.5 കോടിയുടെ സം അഷ്യൂർഡ് ഉണ്ടാവും. അതിനുശേഷം ആഫ്റ്റർ 15 ഇയേഴ്സ് തിരിച്ച് 1 കോടിയിലേക്ക് തന്നെ വരും. അതായത് എത്രയാണ് സം അഷ്യൂർഡ് എടുക്കുന്നത് ആദ്യത്തെ 15 കൊല്ലം സം അഷ്യൂർഡ് കൂടുതൽ 50%. കാരണം കമ്പനി പറയുന്നത് ആദ്യത്തെ എടുത്തിട്ട് പക്ഷേ 35 വയസ്സുകാരൻ എടുത്തു ആദ്യത്തെ 50 വയസ്സ് വരെ, ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ 50% എക്സ്ട്രാ നമുക്ക് സം അഷ്യൂർഡ് വരുന്ന ഒരു ഓപ്ഷനാണ് സ്മാർട്ട് കവർ എന്നുള്ള ഓപ്ഷൻ. രണ്ടാമത്തെ സജഷൻ നമ്മൾ അതായത് റെഗുലറിനല്ലാതെ ഒരു എക്സ്ട്രാ നമ്മൾ വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഈ സ്മാർട്ട് കവർ എന്നുള്ള ഓപ്ഷൻ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണം വേണമെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വേരിയന്റ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ലൈഫ്, ആ 100 വയസ്സ് വരെ കവറേജ് കിട്ടുന്ന ഒരു പ്ലാനാണ്. അതായത് അതിൽ തന്നെ റിട്ടേൺ ഓഫ് പ്രീമിയം 50% റിട്ടേൺ ഓഫ് പ്രീമിയം നമുക്ക് 60ാമത്തെ വയസ്സിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് 100ാമത്തെ വയസ്സിൽ റിമൈനിങ് റിട്ടേൺ ഓഫ് പ്രീമിയം കിട്ടും. 100നും 60നും 100നും ഇടയ്ക്ക് ഡെത്ത് സംഭവിച്ചാൽ ക്ലെയിം എമൗണ്ട് ഫുള്ള് കിട്ടും. ബാക്കി 50% റിട്ടേൺ ഓഫ് പ്രീമിയം കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ ഫീച്ചർ വരുന്നത്. വേരിയന്റ് 6 റിട്ടേൺ ഓഫ് പ്രീമിയം. റിട്ടേൺ ഓഫ് പ്രീമിയം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ അത്ര അഡ്വൈസ് ചെയ്യുന്നതല്ല. ഇത് റിട്ടേൺ ഓഫ് പ്രീമിയത്തിൽ ബേസിക് പ്ലാനിൽ 30,000 രൂപയായിരിക്കും പ്രീമിയം വരുന്നത്. റിട്ടേൺ ഓഫ് പ്രീമിയത്തിൽ നമുക്ക് 90,000 രൂപയ്ക്ക് പ്രീമിയം വരും. ഇത് 30 വയസ്സുള്ള ഒരു 3 കോടിക്ക് എടുക്കുന്ന ഒരാളുടെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന 30,000ന്റെയും 90,000ന്റെയും ആ ബാലൻസ് ആ 60,000 നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇട്ടാൽ മതി. ബേസിക് ടേം പ്ലാൻ പ്ലസ് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ കമ്പനിക്ക് ഇങ്ങനെ ഒരു വേരിയന്റ് ഉണ്ട്, അതായത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്നൊരു വേരിയന്റ് ഉണ്ട്. ഇനി വേരിയന്റ് 7 ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പ്ലാനാണ്. അതായത് പ്ലാൻ എടുത്തിട്ട് നമുക്ക് ഡെത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുമിച്ച് ലംസമായിട്ടുള്ള എമൗണ്ട് അല്ല, അതായത് 1 കോടി രൂപയാണെങ്കിൽ 1 കോടി ലംസമായിട്ടല്ല കിട്ടുക, ഇൻകം ആയിട്ട് 120 മാസം ഒരു 80,000 റുപ്പീസ് എന്നുള്ള രീതിയിലാണ് കിട്ടുക. അതാണ് ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻകം ആയിട്ട് തന്നെ കിട്ടുക, ഒരുമിച്ചൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫാമിലിക്ക് ചിലപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മിസ്യൂസ് ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷെ എന്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലംസം ഓപ്ഷൻ തന്നെ എടുക്കുകയാണ് വേണ്ടത്. ഈ വേരിയന്റ് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് റെഗുലർ ഓപ്ഷനും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഓപ്ഷനും, ഈ 2 ഓപ്ഷനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. ഞാൻ എല്ലാ ഓപ്ഷനെ കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഈ പ്ലാനിന്റെ പ്രീമിയംസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രീമിയംസ്, നിങ്ങളുടെ ഏജും എത്ര സംഭവിച്ചോടാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയംസ് എടുത്തു തരാം. പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ആഡ് ഓൺസും ഉണ്ട്, പിന്നെ റൈഡേഴ്സും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇൻബിൽട്ട് ആയിട്ടുള്ള ആഡ് ഓൺസ് എന്ന് വെച്ചാൽ ടെർമിനൽ ഇൽനെസ് ബെനിഫിറ്റ് എന്ന ആഡ് ഓൺ ഉണ്ട്. അതായത് ഒരാൾ പ്ലാൻ എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും സമയത്ത് നമുക്കൊരു അസുഖം വന്നു, പക്ഷെ ഡോക്ടർ പറയുകയാണ് 6 മന്ത്സിനുള്ളിൽ ഈ വ്യക്തിയുടെ ഡെത്ത് സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ഇല്ലസിനെയാണ് ടെർമിനൽ ഇല്ലസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള സമ്പർഷോട് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കവർ കണ്ടിന്യൂസ് ബെനിഫിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പം 1 കൊല്ലം നമുക്ക് പ്രീമിയം അടയ്ക്കാൻ എന്തെങ്കിലും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കൊല്ലത്തെ പ്രീമിയം നമുക്ക് വെയ്വ് ചെയ്തതല്ല, അടുത്ത കൊല്ലം, അതായത് 1 കൊല്ലം അടയ്ക്കാതെ അടുത്ത കൊല്ലം അടയ്ക്കാനുള്ള ഓപ്ഷൻ കവർ കണ്ടിന്യൂ. പക്ഷെ ആ 1 കൊല്ലത്തിൽ അടയ്ക്കാത്ത കൊല്ലത്തിലും എന്തെങ്കിലും നമുക്ക് ഡെത്ത് സംഭവിച്ചാൽ നമുക്ക് സമ്പർഷോട് കിട്ടും. അതിന് നമ്മൾ പ്രെയർ ആയിട്ട് ഓഫീസിൽ, ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ നമ്മൾ നമ്മൾ അറിയിക്കണം കമ്പനിയെ.
അതുപോലെ തന്നെ സ്പെഷ്യൽ എക്സിറ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് കമ്പനി അതില് 40 കൊല്ലത്തെ പോളിസി എങ്കിലും ആയിരിക്കണം എടുക്കുന്നത്. 30 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ഫുള്ളായിട്ട് തിരിച്ച് മേടിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടെ പ്ലാൻ അവസാനിക്കും. സ്പെഷ്യൽ എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. ഇൻസ്റ്റാ ക്ലെയിം പേ ഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഡെത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി 2 ലക്ഷം രൂപ വരെ റിലീസ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ഇതിലുണ്ട്. 2 ലക്ഷം രൂപ വരെയാണ്, അത് ഡിപ്പെൻസ് ആണ്. മാക്സിമം 2 ലക്ഷം രൂപ വരെ എന്തെങ്കിലും പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ഹോസ്പിറ്റൽ ബിൽസ് സെറ്റിൽ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാ ക്ലെയിം എന്നുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിലിന് ഡിഫറൻസ് ഉണ്ട്. പ്രീമിയം ഒരേ പ്രൊഫൈലിലുള്ള ഒരേ സംബന്ധിച്ചോട്ട് എടുക്കുന്ന മെയിലിനേക്കാളും 15% പ്രീമിയം കുറവായിരിക്കും ഫീമെയിൽസിന്. പിന്നെ ലൈഫ് ലൈൻ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ഒരു ആഡ് ഓൺ ഉണ്ട്. ഇതില് ഇൻബിൽറ്റ് ആഡ് ഓൺ ആണ്. അതായത് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വൈഫിനാണ് പോളിസി എങ്കിൽ വൈഫിന്റെ സം അഷ്വേർഡ് 50% ഇൻക്രീസ് ചെയ്യും. അതായത് വൈഫ് ലേഡി എടുത്തിട്ടുണ്ട് ടേം പ്ലാൻ, ഹസ്ബൻഡ് മരിച്ചു എന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഹസ്ബൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ 1 കോടിയുടെ പ്ലാൻ ആണെങ്കിൽ 1.5 കോടിയായിട്ട് എൻഹാൻസ് ചെയ്ത് കൊടുക്കും. അത് ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണ്, പുതിയൊരു ആഡ് ഓൺ ആണ്. ഇതില് പെയ്ഡ് ആഡ് ഓൺസ് ഉണ്ട്. റൈഡേഴ്സ് ഒന്ന് ക്രിട്ടിക്കൽനെസ്, 60ഓളം ക്രിട്ടിക്കൽനെസ് കവർ ചെയ്യുന്ന റൈഡർ നമുക്ക് പർച്ചേസ് ചെയ്യാം, ക്രിട്ടിക്കൽനെസ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ ആക്സിഡന്റൽ ഡെത്ത് കവർ ചെയ്യുന്ന റൈഡർ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. രണ്ടും പെയ്ഡ് റൈഡേഴ്സ് ആണ്. ഇനി നിങ്ങൾ കാത്തിരുന്ന പ്രീമിയത്തിന്റെ കാര്യം പറയാം. അപ്രോക്സ് പ്രീമിയം ആണ് പറയുന്നത്. നിങ്ങളുടെ കറക്റ്റ് പ്രീമിയം അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾ പ്രീമിയം പറഞ്ഞു തരാം, പ്ലാൻ പർച്ചേസ് ചെയ്യാനും സഹായിക്കാം. ഇതിൽ 25 വയസ്സുള്ള ഒരു മെയില് 1 കോടി സം അഷ്വേർഡ്, 65 വയസ്സ് വരെ നമ്മൾ കവറേജ് വേണം എന്ന് പറയുകയാണെങ്കിൽ റെഗുലർ പ്ലാനിൽ 1 കോടിക്ക് 10,000 രൂപയും 2 കോടിക്ക് 17,000 രൂപയും 3 കോടിക്ക് 25,000 രൂപയാണ് പ്രീമിയം വരുന്നത്. നിങ്ങളുടെ കറക്റ്റ് പ്രീമിയം ഞാൻ എടുത്തു തരാം. ഇത് ഈ പ്രീമിയം തന്നെ ആവണമെന്നില്ല, കാരണം സോൺ വൈസ് മാറ്റങ്ങളൊക്കെ വരാം. പിന്നെ ഇപ്പൊ GST ചേഞ്ച് വന്നിട്ടുണ്ട്, അപ്പൊ പ്രീമിയത്തിൽ കുറവ് ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ 40 വയസ്സുള്ള ഒരു മെയിലാണെങ്കിൽ 65 വയസ്സ് വരെ കവറേജ്. റെഗുലർ പ്ലാനിലാണെങ്കിൽ 1 കോടിക്ക് 20,000 രൂപ, 2 കോടിക്ക് 35,000 രൂപ, അതുപോലെ 3 കോടിക്ക് 52,000 രൂപ. അങ്ങനെയാണ് പ്രീമിയം കാണിക്കുന്നത്. നിങ്ങളുടെ പ്രീമിയം കറക്റ്റ് അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഇനി NRIസിന് കുറച്ച് ബെനിഫിറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. NRIസിന് കൊണ്ടുവന്ന ബെനിഫിറ്റ്സ് ഒന്ന് സാലറീഡ് ഗ്രാജുവേറ്റ്, അതായത് സാലറീഡ് ആണ് NRI, അത് 35 ലക്ഷത്തിന് കൂടുതൽ സാലറി ഉണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 3 കോടി തൊട്ട് 5 കോടി വരെ നമുക്ക് വീഡിയോ മെഡിക്കലിൽ കയറിപ്പോകും. അതായത് GCC കൺട്രീസിനാണ്, അതായത് UAE, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, സൗദി എന്നീ കൺട്രികളിലുള്ള NRIസിന് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾ സാലറീഡ് ആണ്, നിങ്ങളുടെ ആനുവൽ ഇൻകം 35 ലക്ഷത്തിന് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മെഡിക്കലിൽ തന്നെ പ്ലാൻ കയറി പോകും എന്നർത്ഥം. അതൊരു ഒരു നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നോൺ GCC ആണെങ്കിൽ 4 കോടി സം അഷ്വേർഡ് അല്ലെങ്കിൽ 5 ലക്ഷം പ്രീമിയം ആണെങ്കിൽ അപ് ടു 60,000 നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും മെഡിക്കൽസിന്റെ എമൗണ്ട് വേവ് ചെയ്ത് തരും. നോൺ GCC കൺട്രീസിൽ, ആദ്യം പറഞ്ഞ കൺട്രീസ് GCC കൺട്രീസിൽ മെഡിക്കൽസ് ഇല്ല, വീഡിയോ മെഡിക്കൽസ് തന്നെ കയറി പോകും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ആക്സിസ് മാക്സ് ലൈഫിന്റെ STPP സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് എന്ന പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്ലാന്റെ പ്രീമിയം അറിയാനും അല്ലെങ്കിൽ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാനും മാക്സ് ലൈഫിന്റെ സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് പർച്ചേസ് ചെയ്യാനും എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ഇത്തരത്തിലുള്ള പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ചും പുതിയ ടോപ്പിക്സിനെ കുറിച്ചും പുതിയ ഫിനാൻഷ്യൽ നോളജസിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഈ ചാനൽ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.